പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായി ഉണ്ടായ വഴിത്തിരിവിനെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് കൃഷിനെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. മാത്രവുമല്ല, കൺമണി കൃഷിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ ആ വരുണിനെ അടിച്ചു പുറത്താക്കിയിരിക്കുകയാണ്. അതെന്തായാലും നന്നായി കൺമണി, അവനെ പുറത്താക്കുക തന്നെ വേണം. അവനെ കൊണ്ടുള്ള ശല്യം എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയാണ് വേണ്ടത്. അതെ, പക്ഷേ അവൻ വീണ്ടും ധനലക്ഷ്മിയുടെ കൂടെ നിന്നുകൊണ്ട് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷ് ഇതിൽ ഇടപെടണം. ഞാൻ വരാം കൺമണി, നീ പേടിക്കാതിരിക്കുക. തൽക്കാലത്തേക്ക് ഞാൻ ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്തോട്ടെ. അതിനുശേഷം ഞാൻ എന്തായാലും നിന്നെ കാണുന്നതിനായി അവിടേക്ക് വരുന്നുണ്ട്. അത് ഞാനെടുത്ത തീരുമാനം തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ ആൻറ്റിയമ്മ കൃഷിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുകയും സുജയെ ഉപയോഗിച്ചുകൊണ്ട് കൃഷിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ്. കൃഷിൻ്റെ വിവാഹം നടത്തണം, എത്രയും പെട്ടെന്ന് തന്നെ. മറ്റാരുമായിട്ടല്ല, അത് നടത്തേണ്ടത് മാനസികമായിട്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവം നീക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ സുജ കൃഷിനെ വന്നു കണ്ട് കൃഷിനോട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. ഇതേ തുടർന്ന് എൻ്റെ മനസ്സിൽ കൺമണിയാണ് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും വ്യക്തമാക്കിയതാണ്. എന്നിട്ടും നിങ്ങൾക്ക് എന്താണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് യാതൊരു താല്പര്യവുമില്ല മാനസയെ വിവാഹം കഴിക്കാൻ. അമ്മ ആ കാര്യം ഇപ്പോഴേ തിരിച്ചറിയുന്നതാണ് നല്ലത്. ഇനിയും എന്നെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നും പറഞ്ഞ് കൃഷ് പോയത് സുജയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.